ഹായ് മക്കൾസ്, അറക്കലിൻ്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ, ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണല്ലോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ എല്ലാവർക്കും ഒരു ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു ടോപ്പിക്കാണ് ഇത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും. കാരണം ഇതിൽ ഒരുപാട് ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. സിമ്പതറ്റിക്കിൽ ഒരുപാട് ഫംഗ്ഷൻസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പാരാസിമ്പതറ്റിക്കിലും കുറേ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പതറ്റിക് ആണോ അതോ പാരാസിമ്പതറ്റിക് ആണോ, അത് പലപ്പോഴും പല ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. അപ്പോൾ അത് ഒന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിലുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് പാർട്ടുകളാണ് ഇത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അഥവാ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ, ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ രണ്ട് പാർട്ടുകളാണ് ഇത് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. അപ്പോൾ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും കൂടി ചേർന്നാലാണ് എന്തുണ്ടാവുക, സ്വതന്ത്ര നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഈ സിമ്പതറ്റിക്കിൻ്റെ അണ്ടറിൽ ഒരുപാട് ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്, പാരാസിമ്പതറ്റിക്കിൻ്റെ അണ്ടറിലും കുറേ ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിനൊരു ബുദ്ധിപരമാറ്റിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. എടാ, ഈ സിമ്പതറ്റിക് എന്ന് പറയുമ്പോൾ സിംബ എന്ന് കേൾക്കുമ്പോൾ പേടി എന്നാലോചിക്കുക. സിംബ എന്ന് കേൾക്കുമ്പോൾ എന്താ ആലോചിക്കേണ്ടത്, പേടി. അപ്പോൾ പാര എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കൂൾ. ഓക്കെ, അതായത് പേടിയുടെ ഓപ്പോസിറ്റ് ആണല്ലോ കൂള്. അപ്പോൾ സിംബ എന്ന് പറഞ്ഞാൽ പേടി 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 പേടി, പാര എന്ന് പറഞ്ഞാൽ കൂൾ. ആ ഒരു സാധനം മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഇനി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ഫംഗ്ഷൻസ്, കണ്ണിൻ്റെ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്നു, കണ്ണിൻ്റെ പ്യൂപ്പിൾ കോൺസ്ട്രിക്റ്റ് ചെയ്യുന്നു. അതായത് കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. ഇത് സിംബയാണോ പാരയാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയണം. സിമ്പിൾ ലോജിക്ക്. എടാ, നമ്മൾ എപ്പോഴാണ് നമ്മളെ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുക, അതായത് കണ്ണിലെ പ്യൂപ്പിൾ എപ്പോഴാണ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുക, പേടിക്കുമ്പോഴല്ലേ കണ്ണൊക്കെ തള്ള. കൂളായി നിൽക്കുമ്പോൾ അങ്ങനെ കണ്ണ് അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ചുരുങ്ങി നിൽക്കും. അപ്പോൾ പേടിക്കുമ്പോഴാണ് കണ്ണ് വികസിക്കുക. കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നത് എപ്പോഴാണ്, പേടിക്കുമ്പോഴാണ്. പേടി എന്താണ്, സിംബയാണ്. അപ്പോൾ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നത്, പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, സിമ്പതറ്റിക് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്യൂപ്പിൾ കോൺസ്ട്രിക്റ്റ് ചെയ്യുന്നത്, പ്യൂപ്പിൾ ചുരുങ്ങുന്നത് എന്തായിരിക്കും, പാരാസിമ്പതറ്റിക് ആയിരിക്കും. അത് ആ രീതിയിൽ ഓർത്ത് വെക്കാം. ഇനി രണ്ടാമത്തത്, ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവയും ഉണ്ട്, ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവയും ഉണ്ട്. ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ എന്ന് പറഞ്ഞാൽ ഉമിനീര് കുറയുന്നു, ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഉമിനീര് കൂടുന്നു. സിമ്പിൾ ലോജിക്ക്. എപ്പോഴാണ് ഉമിനീര് കുറയുക, നമ്മൾ പേടിക്കുമ്പോഴല്ലേ നമ്മൾ വാൻ്റെ ഉള്ളിലെ വെള്ളം വറ്റുക. അല്ലാതെ നമ്മൾ കൂളായി നിൽക്കുമ്പോൾ വാൻ്റെ ഉള്ളിൽ അത്യാവശ്യമൊക്കെ വെള്ളം ഉണ്ടാവും, നോ പ്രശ്നം. പേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാൻ്റെ ഉള്ളിലൊക്കെ വെള്ളമൊക്കെ വറ്റും. എന്ന് വെച്ചാൽ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയും. അപ്പോൾ പേടിക്കുമ്പോൾ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയും. പേടി എന്താണ്, സിംബയാണ്. അപ്പോൾ സിമ്പതറ്റിക്കിൽ ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ, ഉമിനീര് ഉൽപ്പാദനം കുറയുന്നു. അപ്പോൾ പാരാസിമ്പതറ്റിക്കിൽ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടുന്നു, ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ. കിട്ടില്ലേ ലോജിക്ക്. പിന്നെ അടുത്തത് ഇൻക്രീസ് ഹേർട്ട് ബീറ്റും ഡിക്രീസ് ഹേർട്ട് ബീറ്റും. എപ്പോഴാണ് ഹൃദയമിടിപ്പ് കൂടുക, പേടിക്കുമ്പോഴല്ലേ. ഒരു പട്ടിയൊക്കെ കടിക്കാൻ വന്നാൽ നമ്മളെ ഹൃദയമിടിപ്പൊക്കെ ബും 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 എന്ന് പറഞ്ഞാൽ കേൾക്കണം. അപ്പോൾ ഹൃദയമിടിപ്പ് കൂടും. അതെപ്പോഴാണ്, പേടിക്കുമ്പോഴാണ്. പേടി എന്താണ്, സിംബയാണ്. അപ്പോൾ സിമ്പതറ്റിക്കിൽ ഇൻക്രീസ് ഹേർട്ട് ബീറ്റ്, ഹൃദയമിടിപ്പ് കൂടുന്നു. അപ്പോൾ പാരയിൽ എന്തായിരിക്കും, ഹൃദയമിടിപ്പ് കുറയുന്നു, ഡിക്രീസ് ഹാർട്ട് ബീറ്റ്. സിമ്പിളാണ്. ഇനി അടുത്തത്, ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു, ലങ്സ് കോൺസ്ട്രിക്റ്റ് ചെയ്യുന്നു. ശ്വാസകോശം വികസിക്കുന്നു, ശ്വാസകോശം ചുരുങ്ങുന്നു. എപ്പോഴാണ് ശ്വാസകോശം വികസിക്കുക, പേടിക്കുമ്പോഴല്ലേ. പേടിക്കുമ്പോഴല്ലേ നമ്മളിങ്ങനെ കിതക്കുക, ഇങ്ങനെ കിതക്കും നമ്മൾ. അപ്പോൾ ലങ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. നേരെ മറിച്ച് കൂളായി നിൽക്കുമ്പോൾ ലങ്സ് എന്താണ്, കോൺസ്ട്രിക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുക. അപ്പോൾ പേടിക്കുമ്പോഴാണ് ലങ്സ് എക്സ്പാൻഡ് ചെയ്യുക. പേടി എന്താണ്, സിംബയാണ്. അപ്പോൾ സിമ്പതറ്റിക്കിൽ ലങ്സ് വികസിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ പാരാസിമ്പതറ്റിക്കിൽ എന്ത് ചെയ്യുന്നു, ചുരുങ്ങുന്നു, കോൺസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ 4 കറക്റ്റ് കിട്ടിയില്ലേ, ഇനി അത് മാറൂലല്ലോ. ബുദ്ധി. എന്നാൽ ഞാൻ അടുത്തത്. ഓക്കെ, ബാക്കി 4 കൂടി പഠിക്കാം. ബാക്കി 4 എന്താ, ഇവിടെ നോക്കൂ. സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ഡൈജഷനും സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ഡൈജഷനും ഉണ്ട്. അതായത് ദഹനപ്രക്രിയ മന്ദീഭവിക്കപ്പെടുന്നുണ്ട്, ദഹനപ്രക്രിയ ഉദ്ദീപവിക്കപ്പെടുന്നുണ്ട്. സിമ്പിൾ ലോജിക്കടാ. ഏതൊരു പരിപാടിയും പേടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫ്ലോപ്പായി പോകും. ഇപ്പം നിങ്ങളൊന്ന് വണ്ടി ഓട്ടാൻ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു വണ്ടി ഓട്ടാൻ പഠിക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കര പേടി, ഒരാൾക്ക് ഒരു പേടിയില്ല. ആർക്കാ പെട്ടെന്ന് പഠിക്കുക, ആ പേടിയില്ലാത്തവനല്ലേ പെട്ടെന്ന് പഠിക്കുക. നിങ്ങൾ നീന്തൽ പഠിക്കാൻ പോവാണ്, ഒരാൾക്ക് ഭയങ്കര പേടി, എന്നാൽ ഒരാൾക്ക് ഒരു പേടിയില്ല. അപ്പോൾ ആർക്കാ പെട്ടെന്ന് പഠിക്കുക, ആ പേടിയില്ലാത്തവർക്ക്. എന്ന് വെച്ചാൽ പേടിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പരിപാടി ഫ്ലോപ്പ് ആവും. പേടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പരിപാടി ഉഷാറാവും. അങ്ങനെ ഒരു സാധനം മൈൻഡിലോട്ട് കൊണ്ടുവരാം. ഇനി ബുദ്ധി വെച്ച് പറയും. ഇവിടെ ഒന്ന് സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ഡൈജഷനും മറ്റേത് സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ഡൈജഷനാണ്. അപ്പോൾ സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ ആ പരിപാടി പാളിപ്പോവാണ്, ആ പരിപാടി എന്താണ്, ഡൗൺ ആയി പോവാണ്. അപ്പോൾ അതെന്തായിരിക്കും, അതെപ്പോഴായിരിക്കും, പേടി ഉണ്ടാവുമ്പോഴായിരിക്കും.
പേടി എന്താണ് സിംബയല്ലേ. അപ്പോൾ സിമ്പതറ്റിക് സിസ്റ്റത്തിലായിരിക്കും എന്ത് വരിക, എന്ത് വരിക, സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ വരിക. അപ്പോൾ അപ്പുറത്ത് സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ഏതായിരിക്കും, പാരാസിമ്പതറ്റിക് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ സ്ലോ ഡൗൺ പെരിസ്റ്റാൾസിസ് ഉണ്ട്, ഇൻക്രീസ് പെരിസ്റ്റാൾസിസ് ഉണ്ട്. ഏത് പരിപാടിയും സ്ലോ ഡൗൺ ആവുക, ഏത് പരിപാടിയും ഫ്ലോപ്പ് ആവുക, ഏത് പരിപാടിയും കുറയുന്നത് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴായിരിക്കും, പേടി ഉണ്ടാകുമ്പോഴാണ്. പേടി സിംബയാണ്. അപ്പോൾ ഇതെന്തായിരിക്കും, സിമ്പതറ്റിക് ആയിരിക്കും. അപ്പോൾ അപ്പുറത്തോൻ എന്തായിരിക്കും, പാരാസിമ്പതറ്റിക് ആയിരിക്കും. സിമ്പിൾ. ഇനി അടുത്തത് ഇവിടെ നോക്കൂ സുഹൃത്തുക്കളെ, ഇൻക്രീസ് ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഡിക്രീസ് ഉണ്ടോ, ഇല്ല. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഹോർമോൺ പ്രൊഡക്ഷൻ മാത്രം പഠിച്ചാൽ മതി. ഇൻക്രീസ് ഹോർമോൺ പ്രൊഡക്ഷൻ ഏതാണ്, അത് സിമ്പതറ്റിക് ആണ്. അത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ പേടിക്കുമ്പോൾ കുറേ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും എമർജൻസി സിറ്റുവേഷനിൽ പ്രവർത്തിക്കുന്ന ഹോർമോണാണ്. അത് പേടി ഉണ്ടാകുമ്പോഴല്ലേ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പേടി ഉണ്ടാകുമ്പോൾ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. അപ്പോൾ അത് സിമ്പതറ്റിക് ആണ്. പിന്നെ കൂളായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഹോർമോണൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ഹോർമോൺ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് റീറ്റെയിൻസ് യൂറിനും എംപൈറ്റ്സ് യൂറിനും. റീറ്റെയിൻസ് യൂറിൻ എന്ന് പറഞ്ഞാൽ മൂത്രം അവിടെ പിടിച്ചു നിർത്താം. എംപൈറ്റ്സ് യൂറിൻ എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിവാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക, മൂത്രം ശൂന്യമാക്കുക, ഒഴിവാക്കുക, മറ്റേ മൂത്രം നിലനിർത്തുക. അപ്പോൾ മൂത്രം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പേടിക്കുമ്പോഴല്ലേ മൂത്രം ഒഴിക്കുക, പേടിക്കുമ്പോഴാണല്ലോ മൂത്രം ഒഴിക്കാനൊക്കെ മുട്ടുക. അപ്പോൾ ശരിക്കും മൂത്രം ഒഴിവാക്കുന്നത് എന്തായിരിക്കും, പേടിയായിരിക്കും. പേടി എന്താണ്, സിംബയാണ്. അപ്പോൾ സിമ്പതറ്റിക് ആയിരിക്കും എന്ത്, എംപൈറ്റ്സ് ആണോ, അല്ല. അതെന്താണ്, പാരാസിമ്പതറ്റിക് ആണ്. അപ്പോൾ അവിടെ മാത്രം ഈ കോഡ് വർക്കൗട്ട് ആവില്ല. അവിടെ നിങ്ങൾ വേറൊരു കോഡ് ചിന്തിക്കുക. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം മൂത്രം ഒഴിവാക്കുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുക എന്നൊക്കെ ഉള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്, പീയിങ് അല്ലേ. പീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൂത്രം ഒഴിക്കുക. പീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൂത്രം ഒഴിക്കുക എന്നുള്ളതാണ് മീനിങ്. പീയിങ്ങിൽ എന്തുണ്ട്, പീ ഉണ്ട്. പാരാസിമ്പതറ്റിക്കിലും എന്തുണ്ട്, പി ഉണ്ട്. അങ്ങനെ ആലോചിക്കുക. പീയിങ്ങിൽ പി ഉണ്ട്, പാരാസിമ്പതറ്റിക്കിലും പി ഉണ്ട്. പീയിങ് എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിവാക്കുക, എംപൈറ്റ്സ് മൂത്രം ഒഴിവാക്കുക. അപ്പോൾ അതെന്താണ്, പാരാസിമ്പതറ്റിക് ആണ്. അപ്പോൾ റീറ്റെയിൻസ് യൂറിൻ എന്തായിരിക്കും, സിമ്പതറ്റിക് ആയിരിക്കും. അത് ആ ലോജിക്ക് വെച്ച് കണക്ട് ചെയ്യാം. ഇനി മലയാളം മീഡിയം ഇവിടെ ശൂന്യമാക്കപ്പെടുന്നതുകൊണ്ട് മൂത്രം നിലനിർത്തുന്നുണ്ട്. മൂത്രം നിലനിർത്തുന്നത് സിംബയും മൂത്രം ശൂന്യമാക്കപ്പെടുന്നത് പാരാസിംബയുമാണ്. അപ്പോൾ അതെങ്ങനെ ഓർത്ത് വെക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ പശുവിനെ ആലോചിക്കുക. പശു എന്താ, പശുവിലെ എന്താ, പാരാസിമ്പതറ്റിക്. ഷൂ എന്താ, ശൂന്യമാക്കപ്പെടുന്നു. അപ്പൊ മൂത്രം ശൂന്യമാക്കപ്പെടുന്നത് എന്താണ്, പാരാസിമ്പതറ്റിക്. അപ്പൊ പിന്നെ മൂത്രം നിലനിർത്തുന്നത് എന്തായിരിക്കും, സിമ്പതറ്റിക്. അത്രേ ഉള്ളൂ. ഇപ്പൊ കിട്ടിയില്ലേ. ഇപ്പൊ ഈ സിമ്പതറ്റിക്കിലെയും പാരാസിമ്പതറ്റിക്കിലെയും 8 ഫംഗ്ഷൻസും കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റൂലേ, പറ്റും. ഇതൊരിക്കലും കാണാപാഠം പഠിക്കരുത്. ഇത് ലോജിക്ക് വെച്ച് ചിന്തിക്കുക, കറക്റ്റ് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ പാളിപ്പോവാൻ ചാൻസ് ഉണ്ട്. സോ വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം മറക്കൽ. ഗുഡ് ബൈ.